എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കരിമീൻ കറിയാണ് തയ്യാറാക്കുന്നത്. കരിമീൻ വറുത്തിട്ട് അത് കറിയാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കരിമീൻ എങ്ങനെയാണ് ചെത്തിയെടുക്കുന്നതെന്നും അത് പിന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം നമുക്കിനി വീഡിയോ കാണാം. നമുക്കിവിടെ 4 കരിമീനാണുള്ളത്. ഇത് 1/2 കിലോയുണ്ട്. ഇത് നമ്മൾ ആദ്യം വെട്ടി റെഡിയാക്കി എടുക്കണം. കരിമീൻ നമ്മൾ ചെത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം മീനിൻ്റെ നടുക്ക് ഭാഗത്ത് പിടിച്ചിട്ട് ഇതുപോലെ തലയുടെ ഭാഗത്തേക്ക് ചെത്താം. പിന്നെ വാലിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ചെത്തിയെടുക്കാം. ഇതുപോലെ ചെത്തിയെടുത്തിട്ട് കത്രിക കൊണ്ട് ഇതിൻ്റെ ചിറകുകളൊക്കെ നമുക്കൊന്ന് മുറിച്ച് കളയാം. പിന്നെ നമുക്കിതിൻ്റെ വാല് കളയാം. ഇനി ഇതിൻ്റെ തലഭാഗം ഇങ്ങനെയൊന്ന് മുറിക്കാം. പിന്നെ ഈ ചുവന്ന കളറിൽ കാണുന്ന പൂവെന്ന് പറയും, അതൊക്കെ നമുക്ക് കളയാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ നമുക്ക് വലിച്ചു കളയണം. ഇനി നമ്മൾ കരിമീൻ ഒന്ന് കല്ലിൽ തേച്ചെടുക്കുവാണ്. അപ്പോൾ കല്ലിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ നമുക്ക് തേച്ചെടുക്കാം. കരിമീൻ ചെത്താൻ നല്ല എക്സ്പേർട്ട് ആയവർക്ക് ഇതുപോലെ തേച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെത്തിയെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ചെത്താൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് തേച്ചെടുക്കുന്നത്. അപ്പോൾ തേച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് ഉരച്ചെടുക്കണം. ഇനി ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കരിമീൻ നമ്മൾ വറുത്തിട്ടാണ് കറിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നമുക്ക് വരഞ്ഞെടുക്കണം. ഇനി വറുക്കാൻ വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇതിന് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അരച്ചു കൊണ്ടുവന്ന് ഇതൊരു ചട്ടിയിലേക്ക് ഇടുവാണ്. ഇനി ഇത് മീനിലേക്ക് നമുക്ക് പുരട്ടി വയ്ക്കാം.
ഇനി ഒരു പാനിലേക്ക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുവാണ്. എന്നിട്ട് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കരിമീൻ ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. കരിമീൻ റെഡിയാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി കറിയാക്കാനുള്ള ചേരുവകൾ ഏതൊക്കെയാന്ന് നോക്കാം. സബോള 4 എണ്ണം കനം കുറച്ചരിഞ്ഞത്, 5 പച്ചമുളക് കീറി വെച്ചിട്ടുള്ളത്, കറിവേപ്പില 1 കുടം വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ 1/4 തേങ്ങ ചിരണ്ടി പാല് പിഴിഞ്ഞത്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ വറുത്ത കുറച്ച് എണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സബോള വഴന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. മീൻ വറുത്തപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് പോരായ്മയുള്ള നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ചൂടാവുന്നത് വരെ ഒന്ന് അടുപ്പത്ത് തന്നെ വയ്ക്കാം. തിളയ്ക്കാതെ നോക്കണം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കരിമീൻ ഇട്ട് കൊടുക്കുവാണ്. ഇനി അരപ്പ് കോരി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി കറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ കറി ഇനി ഇളക്കണ്ട, മീൻ പൊടിഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് നമ്മൾ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ വറുത്ത കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം. താങ്ക്